തിരുവനന്തപുരത്ത് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പേരിൽ അനധികൃതമായി പാസ്ബുക്കും വ്യാജരേഖകളും ചമച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി വിമുക്ത ഭടന്റെ പരാതി. കാർഗിൽ യുദ്ധത്തിൽ പരിക്കേറ്റ് സർവീസിൽ നിന്ന് പിരിഞ്ഞ നെടുമങ്ങാട് അരശുപറമ്പ് സ്വദേശി ഷിജു എസിന്റെ 4 ലക്ഷം രൂപയാണ് തട്ടിയത്. ഷിജു വിജിലൻസിലും പോലീസിലും സഹകരണ രജിസ്ട്രാർക്കും പരാതി നൽകി. മഞ്ചയിലെ രാജീവ് ഗാന്ധി സൊസൈറ്റിയുടെ ബ്രാഞ്ച് ഓഫീസ് ജീവനക്കാരിയുടെ പക്കൽ 2022 ഷിജു 4 ലക്ഷം രൂപ നൽകുന്നത്. കച്ചേരി നടയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സർവീസ് എംപ്ലോയീസ് വെൽഫെയർ സംഘത്തിലെ ജീവനക്കാരനായ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ പ്രേരണയിലാണ് പണം നിക്ഷേപിച്ചതെന്നും മുൻ സൈനികൻ പറയുന്നു. 2 ജീവനക്കാരുടെ സഹായത്തോടെ 4 അംഗ സംഘം ഈ പണം തട്ടിയെടുത്തെന്നാണ് ആരോപണം. നെടുമങ്ങാട് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയായ സനിൽകുമാറും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന സാജു എന്ന് പറയുന്ന വ്യക്തിയും നെടുമങ്ങാട് മുണ്ടയിലെ ബ്രാഞ്ചായ നെടുമങ്ങാട് മഞ്ച റെസിഡൻസിന്റെ ജീവനക്കാരിക്കും എതിരെയാണ് ഞാൻ കേസ് കൊടുത്തിട്ടുള്ളത്. പലിശ കിട്ടാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ സൊസൈറ്റിയിൽ ചില പ്രതിസന്ധികളുണ്ടെന്നും ജനുവരിയിൽ പണം മടക്കിത്തരാമെന്നും അറിയിപ്പ് ലഭിച്ചിരുന്നു. ജനുവരിയിലും പണം ലഭിക്കാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് പണം സൊസൈറ്റിയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമായത്. വ്യാജ പാസ്ബുക്ക് നൽകി കബളിപ്പിക്കുകയായിരുന്നു. മഞ്ച എന്ന് പറയുന്ന രാജീവ് ഗാന്ധി റെസിഡൻസ് സൊസൈറ്റിയിൽ കൊണ്ടുപോയി ജീവനക്കാരിയായിട്ട് ബന്ധപ്പെടുത്തി ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് വേജമായിട്ട് ഒരു പാസ്ബുക്ക് നിർമ്മിച്ച് ഇതിൽ 3 ടേണായിട്ട് പലിശ ഇതിനകത്ത് നിറച്ചിട്ട് വഴിയിൽ വെച്ച് ഈ പലിശ എന്നെ ഡീൽ ചെയ്യുമായിരുന്നു. മുതൽ ചോദിച്ചപ്പോൾ മുതലിനെ കുറിച്ച് അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. കോടികളുടെ ക്രമക്കേട് വിജിലൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് കഴിഞ്ഞ നവംബറിലാണ് ജീവനൊടുക്കിയത്. മാധ്യമപ്രവർത്തകനും മുൻ ആനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ആനാട് ശശി സൊസൈറ്റിയിലെ നിക്ഷേപത്തുക തിരിച്ചു കിട്ടാത്തതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.